ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഫോൺ നമ്മൾ സർവീസിന് വന്നിട്ടുണ്ട്. ഇത് സാംസങ് A13 ആണ്. A13 5G ആണ് ഫോണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് കസ്റ്റമർ കയ്യിൽ നിന്ന് വെള്ളത്തിൽ വീണിട്ട് അവർ റൈസിൽ വെച്ചിട്ട് നോക്കിയതാണ്. അത് പല യൂട്യൂബ് വീഡിയോസിലും അവർ കണ്ടിട്ടുണ്ട്. അരിയിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റൈസിൽ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഈർപ്പം വലിച്ചെടുത്തിട്ട് ഫോൺ റെഡിയാവുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് തീർത്തും ഒരു അസത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിൽ വെള്ളം പോയി കഴിഞ്ഞാലും അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ കംപ്ലൈൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇലക്ട്രിക്കൽ ഏത് സംഭവമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഇത്രയും ഭാഗത്ത് ഫംഗസ് വന്നു. ഈ വെള്ളം കയറിയ ഭാഗത്തൊക്കെ ഫംഗസ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഐസിൻ്റെ ഉള്ളിലൊക്കെ ഫംഗസായി. പിന്നെ ഇതിൻ്റെ ഐസിൻ്റെ അടിയിലുള്ള പ്രിൻ്റ് എല്ലാം ദ്രവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കണ്ടീഷനുള്ള ഈ ഫോൺ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിൽ ഡാറ്റ എടുത്ത് കൊടുക്കണമെങ്കിൽ പോലും ഇതിലുള്ള ചിപ്പ് ഊരിയിട്ട് ഇതേ സെയിം ഫോണിൽ വേറെ ഫോണിലിട്ടിട്ട് നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ വെള്ളത്തിൽ എല്ലാവരുടെ കയ്യിൽ നിന്നും ഫോൺ വീഴുന്നത് സാധാരണയാണ്. അപ്പോൾ അങ്ങനെ വീഴുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഫോണ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓഫാക്കി മാറ്റുക. ബാറ്ററി ഊരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഊരി വെക്കുക. ഇനി അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും തൊട്ടടുത്തുള്ള ടെക്നീഷ്യൻ ഏതാണോ അവരുടെ അടുത്ത് പോയിട്ട് ആ ഫോൺ അയച്ചിട്ട് ജസ്റ്റ് അതിലുള്ള വെള്ളം ക്ലീൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൽ വീണിട്ട് വെള്ളം ഉള്ളിലേക്ക് എത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ഫോണുകൾ IP60, 8069 വരെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫോണുകൾക്ക് പെട്ടെന്ന് വെള്ളം കയറില്ല. എന്നിരുന്നാൽ പോലും വെള്ളം കയറി നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതിന് ശേഷം ബാറ്ററി റിമൂവ് ചെയ്യുക, ഫോൺ എവിടെന്നെങ്കിലും ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഫോൺ ഓണാക്കി നോക്കാം. അഥവാ ഓൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായ ടെക്നീഷ്യൻ്റെ അടുത്തേക്ക് എത്തിക്കുക. ഒരിക്കലും അരിയിൽ വെക്കുകയോ അല്ലെങ്കിൽ ഓവൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുകയോ ചെയ്യരുത്. എയർ ഫ്രയറിൽ കൊണ്ടുപോയി വെക്കരുത്. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ ഡാമേജ് ആവും.